ഹലോ ഫ്രണ്ട്സ്, ഒത്തിരി ഒത്തിരി സ്വപ്നങ്ങൾ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ രാഹുലിനെ കാണാത്തത് കൊണ്ട് അത്യധികം വിഷമത്തിലാണ് കേട്ടോ അഞ്ജു. അതിനുശേഷം തന്നെ മൃദുലിനെ വിളിച്ച് സംസാരിക്കുന്നുണ്ട്. അങ്ങനെ മൃദുലും ഫ്രണ്ടും കൂടി രാഹുലിനെ തിരയുന്നുണ്ട് കേട്ടോ. നമ്മൾ എല്ലാ സ്ഥലത്തും പോയി, ആ ഒരു ഝാൻസി വില്ലയുടെ അപ്പുറവും ഇപ്പുറവും എല്ലാ സ്ഥലത്തും അവൻ പോണ എല്ലാ സ്ഥലത്തും അന്വേഷിച്ചു. അവിടെ ഒന്നും അവനെ കാണാനായിട്ട് പറ്റിയില്ല. പിന്നെ അവൻ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോവുകയാണെങ്കിൽ അവൻ്റെ ബൈക്കെങ്കിലും എവിടെയെങ്കിലും കാണണ്ടേ. ചിലപ്പോൾ വിക്രമിൻ്റെ ആ ആളുകളാണെങ്കിലോ ഹരിതയുടെ ആളുകളാണെങ്കിലോ എന്തൊക്കെയോ സംഭവിച്ചിട്ടുണ്ടാവും. ഇനിയിപ്പോൾ ഞാൻ എന്താ പറയുക. ആ അഞ്ച് വിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവളോട് മറുപടി പറയാനും എന്നെക്കൊണ്ട് സാധിക്കുന്നില്ല. നീ ഇപ്പോൾ ഫോൺ എടുക്കണ്ട, കുറച്ച് കഴിയട്ടെ, അതിനുശേഷം ഫോൺ എടുത്താൽ മതി, എന്നിട്ട് അവളോട് സംസാരിക്കാം. തൽക്കാലം അങ്ങനെ നിൽക്കട്ടെ എന്ന് പറയും. നമുക്കൊന്നുകൂടി അന്വേഷിക്കാം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അഭിയും വർഷയും അഞ്ജുവിൻ്റെ അടുത്തേക്ക് വരുന്നുണ്ട്. എന്തായി അഞ്ജു, ഒരു കാര്യമില്ല, അവനെ കണ്ടു കിട്ടാൻ സാധിച്ചില്ല, താൻ ഇങ്ങനെ ടെൻഷൻ ആവണ്ട. രാഹുലേട്ടൻ വേറെ എവിടെയും പോയിട്ട് ഫോൺ ഓഫാക്കിയിട്ട് സുഖമായിട്ട് കിടന്നുറങ്ങുന്നുണ്ടാവും. രാഹുൽ എന്നെ വിളിക്കാതെ ഉറങ്ങില്ല എന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞിട്ടുള്ളതല്ലേ. പിന്നെന്താ, നിങ്ങൾക്ക് എന്തു ടെൻഷനും ഇല്ലല്ലോ. എനിക്ക് മാത്രമാണല്ലോ രാഹുലിൻ്റെ കാര്യത്തിൽ ടെൻഷൻ. എനിക്ക് വയ്യ, എനിക്കിത് സഹിക്കാൻ സാധിക്കുന്നില്ല. എടോ, തന്നെ വിഷമിപ്പിക്കേണ്ടെന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഞങ്ങളുടെ കാര്യത്തിലും ടെൻഷനുണ്ട്. കാരണം രാഹുലേട്ടനെ ഇവള് മെസ്സേജ് അയച്ചിട്ട് പോലും രാഹുലേട്ടനെ എടുത്തില്ല. അതൊന്നും നിന്നോട് പറയാൻ ഞങ്ങൾക്ക് പറ്റിയിട്ടില്ല. എന്തായാലും രാഹുലേട്ടൻ എവിടേക്കും പോയിട്ടുണ്ടാവില്ല, നമുക്ക് നോക്കാന്നേ, നേരൊന്ന് വിളക്കട്ടെ എന്ന രീതിയിലൊക്കെ വർഷയും അഭിയും പറയുന്നുണ്ട് കേട്ടോ. പിന്നീട് രാഹുൽ മറ്റെവിടേക്കും അല്ല കേട്ടോ പോയിരിക്കുന്നത്, ഹരിതയെ കാണാനാണ്. അവളെ കണ്ടിട്ട് രണ്ട് ദിവസം സംസാരിക്കണം എന്ന രീതിയിൽ തന്നെയാണ് പോയിരിക്കുന്നത് കേട്ടോ. അങ്ങനെ ഹരിത വരുമ്പോഴത്തേനും രാഹുൽ പറയുന്നുണ്ട്, പകലെല്ലാം നിൻ്റെ ഗുണ്ടകൾ എന്നെ പിടിക്കാനായിട്ട് ഓടി നടന്നല്ലോ, ഇപ്പം ഞാൻ നിന്നെ പിടിക്കാനായിട്ട് പോവാണ്. എവിടെ നിൻ്റെ ഗുണ്ടകൾ, എവിടെ? അവരൊക്കെ എന്താ മാളത്തിൽ കയറി ഒളിച്ചിരുന്നോ എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേനും അപ്പോൾ രാഹുലിൻ്റെ അടുത്ത് നീ എന്താ എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനോ ചോദിക്കുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് അങ്ങനെ ഞാൻ ചെയ്യോ, കാരണം നീ വലിയ റൗഡിയാണല്ലോ, നീ ഒരു പോലീസാണല്ലോ നിൻ്റെ വിചാരം. എല്ലാം നിനക്ക് ഒറ്റയ്ക്ക് സാധിക്കും എന്നുള്ളത് ഒരിക്കലും നടക്കില്ലടി. നീ പിടിച്ചു വെച്ചിരിക്കുന്ന എൻ്റെ അച്ഛൻ്റെ സ്വത്തുക്കളെല്ലാം തന്നെ ഉടനെ തന്നെ ഞാൻ തിരിച്ച് എടുക്കും, അത് നീ മനസ്സിലാക്കിക്കോ. നിൻ്റെ അഹങ്കാരത്തിനൊന്നും ഞാൻ ഒരിക്കലും കൂട്ടു നിൽക്കുന്നില്ല. നിൻ്റെ അച്ഛൻ വിചാരിച്ചിട്ട് പോലും ഇത് നടന്നിട്ടില്ല എന്ന് രാഹുലിനോട് പറയുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് രാഹുൽ ദേഷ്യം വന്നിട്ട് ഹരിതയെ തല്ലാനായിട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ഹരിതയ്ക്ക് ആകെ ഒരു ടെൻഷനൊക്കെ ആവുന്നുണ്ട്. എന്നാലും വെല്ലുവിളിക്ക് ഒട്ടും മോശമല്ല. നീ കണ്ടോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. ഈ രാഹുലിന് ഒറ്റയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നീ മനസ്സിലാക്കിക്കോ. നിൻ്റെ ഈ അഹങ്കാരമൊക്കെ ഇന്നത്തോടുകൂടി തീരുവാണ്. ഇന്ന് രാവിലെ നേരം വെളുക്കണവരെ നിനക്ക് ഞാനൊരു സമയം തരാം. ആ ആധാരമെല്ലാം എൻ്റെ പേർക്ക് തിരിച്ചെഴുതി തരാൻ പറയുന്നുണ്ട്. ആ സമയത്ത് നീ ചെയ്തിട്ടില്ലെങ്കിൽ ഇതിനുള്ള മറുപടി ഞാൻ പിന്നെ നിനക്ക് പരിചയപ്പെടുത്തി തരാമെന്നും രാഹുൽ ഹരിതയോട് പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ വെല്ലുവിളിച്ച് പോവുകയാണ്. പിന്നീട് മൃദുലാണെങ്കിലും രാഹുലിനെ കാണാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് രാഹുൽ വരുന്നുണ്ട് കേട്ടോ. എന്താടാ, നീ എവിടെ പോയതായിരുന്നു? നീ ആരെങ്കിലും തട്ടിക്കൊണ്ട് പോയിട്ടുണ്ടാവുമെന്ന് കരുതി ആ അഞ്ജുനാകെ ടെൻഷനായി നടക്കുകയാണ്. അവൾ എന്നെ വിളിച്ചപ്പോഴാണ് കാര്യങ്ങൾ അറിഞ്ഞത് എന്നും പറയുന്നുണ്ട്. ഞാൻ വേറെ എവിടേക്കുമില്ല, ആ ഹരിതയെ കാണാൻ തന്നെ പോയതാണ്. അവൾക്കിട്ട് രണ്ട് കൊടുക്കാനായിട്ട് തന്നെ പോയതാണ്. അവൾ എന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടക്കുകയാണല്ലോ. അവൾക്ക് ഞാൻ കുറച്ച് സമയം കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഡോക്യുമെൻറ്റ്സൊക്കെ എൻ്റെ പേരിൽ എഴുതി തരാനായിട്ട്. നോക്കട്ടെ അവൾ എന്താ ചെയ്യാൻ പോകുന്നത് എന്നുള്ളത്. അതൊക്കെ പറയാം. നീ ആ പാവം അഞ്ജുവിനോടൊന്ന് സംസാരിക്കുക. ആ പാവം എത്ര നേരമായി നിന്നെ കാണാതെ ടെൻഷൻ അടിക്കുന്നതെന്ന്. എൻ്റെ ഫോണേ സ്വിച്ച് ഓഫ് ആണ്. നീ ഒരു കാര്യം ചെയ്യും, നിൻ്റെ ഫോണിങ് ഏതാ, ഞാനേ അവനെ ഒന്ന് വിളിച്ച് പറയട്ടെ, അല്ലെങ്കിൽ ലോകം മൊത്തം അവൻ തിരഞ്ഞ് ടെൻഷനായി നടക്കുന്നുണ്ടാവും. നീ അഞ്ജുവിനെ വിളിക്ക്, എൻ്റെ ഭാര്യയോട് ഞാൻ സംസാരിക്കട്ടെ, നീ തൽക്കാലം അങ്ങോട്ട് മാറി നിൽക്കങ്ങോട്ടെന്ന് പറയുന്നു കേട്ടോ. അങ്ങനെ രാഹുൽ അഞ്ജുനെ വിളിക്കുന്നുണ്ട് കേട്ടോ. മൃദുൽ എന്തായി എന്ന് ചോദിക്കുന്നുണ്ട്. കാരണം ആ ഫോണിൽ നിന്നാണല്ലോ വിളിക്കുന്നത്. മൃദുലല്ല, ഇത് രാഹുലാണെന്ന് പറയുന്നു. അപ്പോൾ ആകെ ടെൻഷനും സമാധാനവും എല്ലാം കൂടി ഉണ്ട് കേട്ടോ. എന്താ അപ്പോൾ രാഹുൽ, നീ എവിടെയായിരുന്നു? എത്ര ടെൻഷൻ അടിച്ചു ഞാനെന്ന്. ഞാൻ ചെറുതായിട്ടൊന്ന് കറങ്ങാൻ പോയതാണ്. ആ ഹരിതയെ ഒന്ന് പിടിക്കണം, അവളോട് കുറച്ച് സംസാരിക്കണം, അതിനു വേണ്ടി തന്നെ പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തിനാ രാഹുൽ വെറുതെ വയ്യാവിലേക്ക് തലയിൽ ചുമക്കാനായിട്ട് നടക്കുന്നത്? അവൾ എന്നെ പകലൊക്കെ അവളുടെ ഗുണ്ടകൾ കാരണം എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റില്ല. ഇപ്പോൾ അവളെ താനെ എൻ്റെ കയ്യിൽ കിട്ടി. അങ്ങനെയാണ് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, അല്ലാതെ വേറെ ഒന്നുമല്ല എന്ന് പറയുന്നുണ്ട്. അതൊന്നും നീ കാര്യമാക്കണ്ട. എന്നെ കാണാതായിട്ട് നീ എം ജിക്ക് മീഡിയയിൽ വല്ല ന്യൂസ് കൊടുത്തോ? ന്യൂസൊന്നും കൊടുത്തിട്ടില്ല. സൈബർ സെല്ലിനെ അറിയിച്ചിട്ടുണ്ട്. ഫോൺ സ്വിച്ച് ഓഫ് ആയിക്കഴിഞ്ഞാൽ ഉടനെ വിളി വരും. ഇടി ഒരാളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആക്കാൻ പാടില്ലേ ചോദിക്കുന്നുണ്ട്. ആകെ ടെൻഷനായി, അതുകൊണ്ടാണെന്ന് പറയുന്നു. അതെല്ലാം വിട്, ഒരു കാര്യം ഞാൻ പറയാം. നിന്നെ വാലൻറ്റൈൻസ് ഡേ ആയതുകൊണ്ട് നിൻ്റെ ഫ്രണ്ട്സിൻ്റെയും അങ്കിത്തിൻ്റെയും ആ ഒരു ഫിലിം സ്റ്റാറിൻ്റെ മുന്നിലൊന്നും ഒരുപാട് സംസാരിക്കാൻ സാധിച്ചില്ല എനിക്ക്.
എന്തായാലും ഞാൻ അങ്ങോട്ടൊന്ന് വന്നാലോ എന്ന് ചോദിക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരണ്ട, എന്നിട്ട് വേണം ഹരിതയുടെ ആൾക്കാർ നിന്നെ പറന്ന് എടുത്തുകൊണ്ട് പോകാൻ. അല്ല, ഹരിതയുടെ ഫ്രണ്ട്സ്, ഹരിതയുടെ ആൾക്കാരെയൊന്നും എനിക്ക് പേടില്ല, നിൻ്റെ 2 ഫ്രണ്ട്സ് ഉണ്ടല്ലോ അവരെ എനിക്ക് നല്ല പേടിയുണ്ടെന്ന് പറയുന്നു. ഒരു കാര്യം ചെയ്യ്, രാവിലെ തന്നെ മൃദുലിൻ്റെ വീട്ടിലേക്ക് ഇങ്ങോട്ട് വായോ. ഞാനിന്ന് വരില്ല, വല്ല കയ്യിലിരിപ്പൊക്കെ നിൻ്റെ മോശമാണെന്ന് പറയുന്നു. വന്നില്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് വരും. നാളെയാണെങ്കിൽ വസുന്ധര ആൻറ്റി ഉണ്ടാവും അവിടെ. ഞാൻ രാവിലെ തന്നെ അങ്ങ് വന്നോളാം. പിന്നെ ഞാൻ ഈ വർഷയോടും അഭിയോടൊക്കെ കാര്യങ്ങൾ പറയട്ടെ. നീ പോയത് ഞാൻ അവരോട് പറഞ്ഞു, അവരാകെ ടെൻഷനായി നടക്കുവാണ്. ചെല്ലി പോയി പറയുമെന്ന് പറയുന്നു. പിന്നീടും ഹരിതയാണെങ്കിലും അവളുടെ ഡാഡിയെ വിളിച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അവൻ എനിക്ക് ഇന്ന് നേരെ വെളുക്കണവരെ സമയം തന്നിരിക്കുകയാണ് ആ ഡോക്യുമെൻറ്റ്സ് അവളുടെ പേരിൽ എഴുതി കൊടുക്കാൻ. ഞാൻ എന്താ ചെയ്യാൻ പോകണമെന്ന് അവൻ തന്നെ കണ്ടോളൂ. ഇനി കളി ഞാനൊന്ന് മാറ്റി കളിക്കാൻ പോവുകയാണെന്നൊക്കെ പറയുന്നു കേട്ടോ. അതിനുശേഷം തന്നെ വർഷയാണെങ്കിലോ വിവേകിനെ കാത്തു നിൽക്കുക കേട്ടോ. കാരണം വിവേകിൻ്റെ കൂടെ കുറച്ച് സംസാരിക്കാനുണ്ട്. അങ്ങനെ വിവേക് രാവിലെ ജിമ്മിൽ പോകുന്ന സമയത്ത് കാർ എടുക്കാനായിട്ട് വരുന്നു. അങ്ങനെ ആ കാറിൽ വേഗം കയറിയിരിക്കുന്നുണ്ട് കേട്ടോ. ഇന്ന് എനിക്ക് നല്ലൊരു ഗുഡ് മോർണിംഗ് തന്നില്ലേ എന്ന് പറയുന്നുണ്ട്. നല്ല ഗുഡാണോ ബാഡാണോ എന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ മനസ്സിലാക്കാം. എന്തായാലും ജിമ്മിൽ പോയല്ലേ, ഞാനും ഉണ്ട് എന്ന് പറയുന്നുണ്ട്. താനും ജിമ്മിൽ ജോയിൻ ചെയ്തോ? എൻ്റെ ഫിറ്റ്നസ്സിന് വേണ്ടി എനിക്ക് ജിമ്മിൽ പോകേണ്ട കാര്യമൊന്നുമില്ല വിവേക് ഇങ്ങനെ ചളി അടിച്ചുകൊണ്ട് നിൽക്കാതെ വണ്ടി എടുക്കുമെന്ന് പറയുന്നു. എന്നോട് ഇഷ്ടമായതുകൊണ്ടല്ലേ ഈ വണ്ടിയിൽ കയറിയത്. ഇതിന് വേണ്ടിയിട്ടൊന്നുമല്ല, എനിക്കൊരു കുറച്ച് സംസാരിക്കണം എന്ന് പറയുന്നു കേട്ടോ. ശരി ശരി പോകാമെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് പുറത്ത് പോയിട്ട് വർഷയും വിവേകും കൂടി സംസാരിക്കുന്നുണ്ട് കേട്ടോ. വിവേകിനോട് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. വിവേക് അന്ന് പ്രപ്പോസ് ചെയ്തപ്പോൾ ഞാൻ ശക്തമായിട്ട് എതിർത്ത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇന്നലെ രാത്രി അതിൻ്റെ മൂർച്ഛന്യാവസ്ഥയിലാണ് ആ വിവേക് എന്നെ ആ ഗിഫ്റ്റൊക്കെ കൊണ്ടുവന്ന് തന്നത്. എനിക്കിതൊന്നും പറ്റുന്നില്ല ഈ വിവേകിനെന്നല്ല, ലോകത്താരെയും ഇനി സ്നേഹിക്കാൻ എനിക്ക് പറ്റുന്നില്ല. അതെന്തുകൊണ്ടാണ് ചോദിക്കുന്നുണ്ട്. അപ്പോഴത്തേനും അതെനിക്കറിയില്ല, പക്ഷേ എനിക്കിനി കല്യാണം കഴിക്കാനോ വിവാഹം തീരെ താല്പര്യമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ എനിക്കുമില്ല എന്ന് വിവേകും പറയുന്നുണ്ട്. വിവേക് എന്തൊക്കെയാണ് പറയുന്നത്, പിന്നെ അല്ലാതെ താൻ വിവാഹം കഴിച്ചില്ലെങ്കിൽ ഞാനും കഴിക്കില്ല, അതിനിപ്പോൾ എന്താ പ്രശ്നം, ഒരു പ്രശ്നവുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേനും വർഷ പറയുന്നുണ്ട്, ഇനി നമ്മൾ തമ്മിൽ അങ്ങനെ ഒരു ഫ്രണ്ട്ഷിപ്പൊന്നും വേണ്ട, നമ്മൾ സാധാ രീതിയിൽ മുന്നോട്ട് പോയാൽ മതി. എനിക്ക് തന്നെ വേണം, അല്ലാതെ ഞാൻ അടങ്ങാൻ പോകുന്നില്ല. അത് ഇനി എത്ര കാലം വേണമെങ്കിൽ കാത്തിരുന്നാലും ഞാൻ തയ്യാറാണ്. മാത്രമല്ല തനിക്ക് എന്നെ ഇഷ്ടമാണെന്നുള്ളത് തൻ്റെ കണ്ണിൽ നോക്കിയാൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ ഞാൻ എന്താ ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. വർഷയ്ക്ക് തൻ്റെ മനസ്സിലുള്ള സ്നേഹം ഒരിക്കലും മറച്ചു പിടിക്കാൻ സാധിക്കുന്നില്ല കേട്ടോ വിവേകിൻ്റെ മുന്നിൽ. പക്ഷേ അവന് ശ്രീയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ഒരു ടെൻഷനുണ്ട്. അയാൾ ഇനി തിരിച്ചു വരുമോ ഇല്ലയോ എന്നോർക്കുമ്പോൾ മാത്രമാണ് വർഷയ്ക്ക് ടെൻഷൻ. എന്തായാലും അതെല്ലാം മറന്ന് വിവേകിനെ തന്നെ സ്നേഹിച്ചു തുടങ്ങുക കേട്ടോ വർഷ. ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് വിശേഷം കഴിയുന്നത്.